ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പോ നമ്മള് ഇന്ന് സംസാരിക്കുന്നത് പതിവിന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുവരെ സംസാരിച്ചിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്ന സർവീസിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തന്നെ കാറ്റഗറിയിലോട് മോഡിഫൈ ചെയ്തിട്ടായിരുന്നു ഹെൽത്ത് ആൻഡ് ജനറൽ ഇൻഷുറൻസ് എന്നാണ്. അപ്പോ ഇതിൽ നമ്മൾ പറയുന്നത് ജനറൽ ഇൻഷുറൻസ്. നമുക്കറിയാം, നമുക്ക് ലോകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്. ഒന്ന് ഹെൽത്ത്, പിന്നെ ജനറൽ ഇൻഷുറൻസും ഒന്ന് ലൈഫ് ഇൻഷുറൻസും. ലൈഫ് പറയുമ്പോൾ ഹ്യൂമൻ ബീങ്സിനെ മാത്രം, മനുഷ്യനെ മാത്രം ഇൻഷുർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ലൈഫ് ഇൻഷുറൻസ്. അതേസമയത്ത് മനുഷ്യൻ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളും, എല്ലാ കൈൻഡ്സ് ഓഫ് ഐറ്റംസും, എല്ലാ ടാഞ്ചബിൾ അസറ്റ്സും കൈകാര്യം ചെയ്ത് ജനറലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ജനറൽ ഇൻഷുറൻസ്. ഇവിടെ കാണിച്ചതുപോലെ അതിൽ തന്നെ ഒരു ഭാഗമാണ് ഹെൽത്ത് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മറൈൻ, അഗ്രികൾച്ചറൽ, ട്രാവൽ ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ്. എല്ലാ കൈൻഡ്സും അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ടാഞ്ചബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മനുഷ്യനെ ആശ്രയിക്കുന്നത്, മനുഷ്യന് ഉപകാരം ഉണ്ടാവുന്ന എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യുന്ന ഒരു വലിയൊരു മേഖലയാണ് ജനറൽ ഇൻഷുറൻസ്. അതിൽ ഓറിയന്റൽ ഇൻഷുറൻസ് എന്നുള്ള വിഭാഗത്തിലാണ്, കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. കഴിഞ്ഞ 29 വർഷമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അതിൽ തന്നെ നമ്മുടെ മോട്ടോർ ഇൻഷുറൻസിലേക്ക് പോവുകയാണെങ്കിൽ ഓൾ കൈൻഡ്സ് ഓഫ് മോട്ടോർ, അതായത് നമ്മുടെ പ്രൈവറ്റ് കാർ ആവാം, ടൂ വീലർ ആവാം, കമേഴ്ഷ്യൽ വെഹിക്കിൾ ആവാം, മിസ്ലേനിയസ് വെഹിക്കിൾസ്, ഇതൊക്കെയാണ് നമ്മൾ വെഹിക്കിൾസിന്റെ കാര്യങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് വെഹിക്കിൾസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള ഇൻഷുറൻസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ പറയുമ്പോൾ ജനറൽ ഇൻഷുറൻസിലെ ഒരു ഭാഗം ഞാനിവിടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ഇൻഷുറൻസിനുള്ള ബന്ധത്തിലുള്ള വീട് ഇൻഷുറൻസ് ആണ്. വീട് ഇൻഷുറൻസ്, ഷോപ്പ് ഇൻഷുറൻസ് ഒക്കെ നമ്മുടെ ജനറൽ ഇൻഷുറൻസിൽ വരുന്നതാണ്. കാരണം ഇത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ 2 പ്രളയങ്ങൾ അതിജീവിച്ചവരാണ് നമ്മൾ മലയാളികൾ. 18-19 വർഷങ്ങളിലുള്ള നഷ്ടങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ കവളപ്പാറ പോലുള്ള സ്ഥലങ്ങളിലെ ദുരന്തങ്ങൾ അറിയാം. ഏറ്റവും അടുത്ത് നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാറാത്തായിരിക്കുന്ന വയനാട് ദുരന്തം. കാരണം ഒരു ദേശം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. ഇന്നും അത് റീബിൽഡ് വയനാട് എന്ന രീതിയിൽ ക്യാമ്പയിൻ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മള് അന്നത്തെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ ഇൻഷുറൻസിന്റെ ഒരു കാര്യം, നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മള് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ബിൽഡിംഗ്, ഒരു കൺസ്ട്രക്ഷനോട് അനുബന്ധിച്ചിട്ടുള്ള നല്ലൊരു ശതമാനം ആൾക്കാരാണ് ഇവിടെ. വളരെ മാക്സിമം ഉള്ള മെജോറിറ്റി അതാണ്. അപ്പോ നമുക്കറിയാം, പിന്നെ ലക്ഷങ്ങളും കോടികളും വെച്ചിട്ട് ഒരു കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസ്ട്രക്ഷൻ ആളപ്പുറം ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു 1000-ഓ 10,000-ഓ മുടക്കിയിട്ട് ഒരു സുരക്ഷാ മാർഗം കൂടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ഗ്രാന്റിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവുന്ന ഈ പിടിവലികൾക്ക് കാര്യങ്ങൾക്ക് ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് അത് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കാരണം ആനയെ മേടിക്കാൻ നമുക്ക് താല്പര്യമാണ്, അതിൽ കൂടുതൽ ചങ്ങല മേടിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നോർമലായിട്ട് ആളെയാണെങ്കിൽ ആനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആന വയലന്റ് ആണെങ്കിൽ ചങ്ങലയുടെ കാര്യം അന്നേരമാണ് മനസ്സിലാവുക. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസിന്റെ ഒരു ആവശ്യം വരുമ്പോൾ അതുപോലെ തന്നെയാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ സാധനത്തിന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. നേരത്തെ ആവശ്യമില്ല എന്ന് തോന്നുന്ന സമയത്ത് എടുത്തു വെക്കേണ്ട ഒന്നാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇൻഷുറൻസ്. സോ നമ്മൾ വീട്ടിലേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ അത് നമ്മൾക്ക് പ്രയോജനപ്പെടും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വീട് ഇൻഷുറൻസ് പൊതുവായിട്ടും കവർ ചെയ്യുന്നത് ഹൗസ് സ്ട്രക്ചർ കണ്ടന്റിയും കണ്ടന്റ് ഓഫ് ഇൻഷുറൻസ്. നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ, വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് ഇൻഷുറൻസ് കവറപ്പ് ചെയ്യും. അത് ഡാമേജ് ഡ്യൂ ടു നമ്മുടെ മതിലുകള്, കാര്യങ്ങൾ, കോമ്പൗണ്ട് വാൾസ് പോലുള്ള എല്ലാ കാര്യങ്ങളും, എക്സ്റ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടിമിന്നൽ കൊണ്ടോ മരങ്ങൾ കൊണ്ടൊക്കെ തകർന്നു പോയ വാഹനങ്ങൾ ഇടിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് കവർ ചെയ്യും. എർത്തുകേക്ക്, ഭൂമി കുലുക്കങ്ങള്, ബർഗ്ലറി, അതുപോലെ മോഷണങ്ങൾ. നമ്മുടെ വീട് ഇപ്പൊ നമ്മള് റീസെന്റ് നമ്മളെ അഷ്റഫിന്റെ സ്ഥലങ്ങളിലെ, റൈസിന്റെ സ്ഥലത്തുള്ള കവർച്ചകളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ കവറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ ഫയർ, നമ്മുടെ തീപിടുത്തങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ബിൽഡിംഗ് നശിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, സ്റ്റോക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാൽ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഫയർ ഉണ്ട്. പിന്നെ സ്ട്രൈക്ക്, സ്റ്റോം, അതുപോലെ നമ്മുടെ ഈ ഉരുൾപൊട്ടല്, പേമാരി, ഇത് ഏത് പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യന്റെ മുഖത്ത് ഉണ്ടാകുന്ന പിന്നെ സമരങ്ങള്, കലാപങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റീകൺസ്ട്രക്ട് ചെയ്യാതെടുക്കാനോ, നഷ്ടങ്ങൾ ലഘൂകരിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് അതിനോട് നഷ്ടപരിഹാരം കിട്ടാനോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ശരിക്കും നമ്മൾ കോഴിക്കോട് ഡിവിഷനാണ് ഓറിയന്റൽ ഇൻഷുറൻസിന്റെ അത്തരം വയനാട് ഏരിയ കവർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നല്ലൊരു ശതമാനം ആൾക്കാർ ക്ലെയിം ചെയ്യാൻ എന്ന് ജീവിതോടെയില്ലെങ്കിൽ പോലും വന്നിരിക്കുന്ന ക്ലെയിമിൽ നല്ലൊരു ശതമാനം വാഹന ഇൻഷുറൻസിന്റെ ക്ലെയിം മാത്രമാണ്. അതൊരു മാൻഡേറ്ററി ആയതുകൊണ്ട് വീടിന്റെ ഒരു ഇൻഷുറൻസും വയനാട് ഭാഗത്ത് ചെയ്തതായിട്ട് റിപ്പോർട്ട് ഓറിയന്റൽ ഇൻഷുറൻസിലും ഇല്ല, ഒരു ഇൻഷുറൻസ് കമ്പനിയിലും ഇല്ല, ഇതുവരെ ക്ലെയിം തന്നിട്ടുമില്ല. അപ്പൊ അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഗവൺമെന്റ് സബ്സിഡിയോ സഹായങ്ങളോ നോക്കാൻ തന്നെ അവർക്കത് ക്ലെയിം ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയാണ്. സോ നെക്സ്റ്റ് നമ്മള് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ബെനിഫിറ്റ് എന്തൊക്കെ കവർ ചെയ്യുന്നത്, ഞാൻ കവേഴ്സ് ബോത്ത് സ്ട്രക്ചർ, ഹൗസിന്റെ സ്ട്രക്ചറും കണ്ടന്റും ചെയ്യും.
എങ്ങനെ നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്ന പറഞ്ഞാൽ ഹെൽപ്പിംഗ് റീബിൽഡിംഗ് ഡാമേജ് പ്രോപ്പർട്ടി, നമുക്ക് നഷ്ടപ്പെട്ട ഭാഗങ്ങൾ റീബിൽഡ് ചെയ്യാനുള്ള കോമ്പൻസേഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഓപ്ഷൻ ടു പർച്ചേസ് ഫയർ ആക്സിഡന്റ് കവർ, നമുക്ക് സെപ്പറേറ്റ് ഫയർ ആക്സിഡന്റ് സെപ്പറേറ്റ് നോക്കാൻ പറ്റും. വാല്യുബിൾ ഐറ്റംസ്, ജ്വല്ലറി, നമുക്ക് മോഷണങ്ങൾ, കാര്യങ്ങൾ, പെയിന്റിങ്സ്, അങ്ങനെ വാല്യുബിൾ പെയിന്റ്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹോബിയായിട്ട് വാങ്ങി വെക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അധികം ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങൾ എളുപ്പമാണ്. നമുക്ക് തീരെ ഇൻഷുറൻസ് കവർ ചെയ്യാത്ത മേഖല അതും കൂടെ പഠിക്കണം. നമ്മൾ എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് കിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും നമുക്ക് നോർമൽ വാറന്റിയർ, സ്വാഭാവികമായിട്ടുള്ള വാറന്റിയർ എന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. അതൊരു ഡിപ്രീസിയേഷൻ, തേയ്മാനം, കാരണം കാലപ്പഴക്കം മുഖാന്തരം വരുന്ന കാര്യങ്ങൾ. ഇപ്പം അതില് ഒരുപാട് കാലങ്ങളായി ഒന്ന് ഇടിഞ്ഞു വീണു എന്ന് മാത്രം കൊണ്ടാണ്, അതൊന്നെങ്കിൽ അടിയൊഴുക്ക് കൊണ്ടോ ഉരുൾപൊട്ടൽ കൊണ്ടോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ കാലപ്പഴം കൊണ്ടൊന്ന് ഇടിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നമുക്കിത് കിട്ടില്ല. ഡിപ്രീസിയേഷനുള്ള കാര്യങ്ങൾ നമുക്ക് കവറല്ല. അതുപോലെ ലോസ് ഓഫ് ക്യാഷ് നഷ്ടപ്പെട്ട് നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് കൗണ്ടർ ക്യാഷ് എൻഷുർ ചെയ്യുന്നെങ്കിൽ കിട്ടും, എല്ലാ രീതിയിലും പണം നമുക്ക് കിട്ടില്ല. ഡാമേജ്, അതുപോലെ യുദ്ധങ്ങൾ മുഖാന്തരം, അതുപോലെ മറ്റുള്ള വിദേശ ശക്തികളുടെ ആക്രമണം, അതുപോലെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് കിട്ടില്ല. അത് ന്യൂക്ലിയർ വാർ, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ ഏത് രീതിയിലെ ഡാമേജ് നമുക്ക് ഏത് രീതിയിലാണുള്ളത്, നമുക്ക് അതുപോലെ ഈ അഗ്നിപർവ്വതം നമുക്ക് ഇവിടെ വരുന്നില്ല, ഓരോ രീതിയിലൊക്കെ നമുക്ക് കവറപ്പ് ചെയ്യാം. നെക്സ്റ്റ്, നമ്മൾ ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അതിപ്പോ നമ്മൾ ഈ ഡീറ്റെയിൽ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത വിഷയം 1-to-1 ആയിട്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം.